നമസ്കാരം. സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട ചില ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഞാൻ പരാമർശിക്കാൻ പോകുന്നതായ നക്ഷത്രക്കാർക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ഈ മാസം വന്നു ചേരുന്നു എന്ന് പരാമർശിക്കുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ അസൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്ന് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനം. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ അഥവാ ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരുവാൻ സഹായകരമാണ് ഈ സമയം എന്നാണ് പരാമർശിക്കുന്നത്. കൂടാതെ പല കാര്യങ്ങളിലും ആത്മവിശ്വാസം പുലർത്തുവാൻ സാധിക്കുകയും അത് പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനും മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം നിങ്ങൾക്ക് നൽകുന്നു എന്നതാണ് വാസ്തവം. ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും പ്രവർത്തിക്കുവാനും വിജയങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ പരാമർശിക്കുന്നു. മാനസികമായ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാൻ ഒരു പരിധിവരെ ഇവർക്ക് സാധിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ പല കാര്യങ്ങളിലും വ്യക്തമായി തന്നെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. പലപ്പോഴും ആവശ്യമായ വിശ്രമം ലഭിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ അഥവാ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ശുഭവാർത്തകൾ കേൾക്കുകയോ ധനപരമായും ബിസിനസ് പരമായും അല്പം നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ഈ മാസം സംഭവിക്കും എന്നും പ്രവചനമുണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം അനുകൂലമാണ് എന്ന് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്നാണ് പണ്ഡിതന്മാരുടെ പ്രവചനം. വളരെയധികം ദോഷകരമായ കാര്യങ്ങൾ ദോഷകരമായ സമയങ്ങളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരുന്ന നക്ഷത്രം തന്നെയാണ് രോഹിണി നക്ഷത്രം. എന്നാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെയാണ് പ്രവചനം. ഈ സമയം നിങ്ങൾക്ക് കലാമേഖലകളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ജോലി ലഭിക്കുക, വിവാഹം നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ശരിയായ രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത് മറ്റുള്ളവർക്കും വളരെ സ്വീകാര്യമായ അഭിപ്രായങ്ങളായി മാറാം. കൂടാതെ ഈ സമയം തൊഴിൽപരമായും ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. പല സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരമാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്നും പ്രവചനമുണ്ട്. വാഹനം, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ പല കർമ്മങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാം. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരുടെ പ്രശംസ, അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധിക്കും. വ്യാപാരവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് അല്പം അധ്വാനഭാരം കുറയ്ക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ഇത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുന്നു എന്ന് പരാമർശിക്കാം. കാരണം ഈ സമയം നിങ്ങൾക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം മറ്റുള്ളവർക്കിടയിൽ വളരെയധികം ഉന്മേഷത്തോടെ പ്രവർത്തിക്കുവാനും വളരെയധികം വിജയങ്ങൾ നേടുവാനും ശത്രുക്കളെ പോലും തരണം ചെയ്ത് ശരിയായ രീതിയിൽ വിജയങ്ങൾ സ്വന്തമാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രത്യേകിച്ചും ചില ചുമതലകൾ ലഭിക്കുകയോ ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനോ സാധിക്കും. ഉണർവോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ഏത് പ്രതിസന്ധികളെയും അനായാസം മറികടക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ
സ്വന്തമാക്കുക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്ന് തന്നെയാണ് പ്രവചനം. പുതിയ അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പുരസ്കാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല തർക്കങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഉത്രം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്നാണ് പണ്ഡിതന്മാരുടെ പ്രവചന പ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല നിലപാടുകളിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. സമ്മർദ്ദങ്ങളെ ഒരു പരിധി വരെ അതിജീവിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങുവാനും ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും വാങ്ങുവാൻ അല്ലെങ്കിൽ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുമാനം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ആശയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ആശയങ്ങൾ നിങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. കൂടാതെ ഈ സമയം ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക, വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം വാഹനം പോലുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനായി സാധിക്കുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കുക. പണ്ഡിതന്മാരുടെ പ്രവചന പ്രകാരം ഉത്രം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ തന്നെ ഈ മാസം വന്നു ചേരും. അനിഴം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് പരാമർശിക്കാം. കാരണം പലവിധ നേട്ടങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ തടസ്സങ്ങൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും മറ്റുള്ളവരിൽ നിന്നും പ്രശംസ നേടിയെടുക്കുവാനും സാധിക്കുന്നതുമാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ധനപരമായ പ്രശ്നങ്ങൾ ഒരൽപ്പം നീങ്ങിക്കിട്ടുന്നതായ സമയം കൂടിയാണ് എന്ന് പരാമർശിക്കാം. നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയം തന്നെയാണ് ഇത്. അനുകൂലമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രണയികൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുക, അവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം സമ്മാനങ്ങൾ ലഭിക്കുക, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അനിഴം നക്ഷത്രക്കാർക്കും സെപ്റ്റംബർ മാസം അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. തൃക്കേട്ട നക്ഷത്രക്കാർക്കും പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് നക്ഷത്രനാഥനായ ബുധന്റെയും വ്യാഴം, ശുക്രൻ, ആദിത്യൻ, കേതു എന്നീ ഗ്രഹങ്ങളുടെയും അനുകൂല സഞ്ചാരമുണ്ട്. അതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനാൽ തന്നെ ഈ സമയം ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. പ്രധാനമായും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി നടക്കാതിരിക്കുന്നതായ ചില കാര്യങ്ങൾ ഈ സമയം നടന്നു എന്ന് വരാം. ഉദ്യോഗസ്ഥർക്ക് ഈ സമയം അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം.
മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചില നേട്ടങ്ങൾ, സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജീവിത നിലവാരം സ്വാഭാവികമായി തന്നെ ഉയരുന്നതാകുന്നു. വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയോ വില കൂടിയ വസ്ത്രാഭരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ സുഹൃത്തുക്കൾ, അതേപോലെ ബന്ധുക്കൾ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, ഇവരെ കണ്ടുമുട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. സമയം ധനപരവും സന്തോഷകരവുമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. നിക്ഷേപങ്ങൾക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. കൈകളിലേക്ക് ധനം വന്നു ചേരുന്ന സമയം എന്ന് തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക.